നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലേക്ക്. ഒന്നാം ഘട്ട പ്രചരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. നാളെ നിശബ്ദ പ്രചരണം. 7 ജില്ലകളിലെ വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പരസ്യപ്രചരണം ഇനി 2 നാൾ കൂടി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനുകളും ആവേശകരം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സമഗ്രാവലോകനവുമായി CCTV ഒരുക്കിയ ജനവിധി 2025 തത്സമയ സംവാദത്തിന് പരിസമാപ്തി. പ്രചരണം സമാപിക്കാൻ കേവലം 2 നാൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയം സുനിശ്ചിതമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സമാധാനത്തോടെ മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റിയെന്ന് VM സുധീരൻ. വേലൂർ പഞ്ചായത്തിൽ CPM-ഉം കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന് BJP നേതൃത്വം. കിഴൂർ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവീ വിഗ്രഹം കവർന്നു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിഗോളക കവർന്നു. വാർത്തകൾ വിശദമായി. ആദ്യഘട്ട പ്രചരണത്തിന് കൊട്ടിക്കലാശം. തദ്ദേശപ്പോരിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പ്രചരണ പെരുമയ്ക്ക് കൊട്ടിക്കലാശം. വോട്ടുറപ്പിക്കാൻ അവസാന മണിക്കൂറുകളിലും ഓട്ടപ്പാച്ചിലായിരുന്നു മുന്നണികളുടെ പ്രവർത്തകർ. പരസ്യപ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടന്നതോടെ വീട് കയറിയും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടും വഴിനീളെ വാഹനത്തിൽ വിളിച്ചു പറഞ്ഞും ബാലറ്റിൽ തങ്ങൾക്ക് തന്നെ വോട്ട് വീഴുമെന്ന് ഉറപ്പാക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വിധിയെഴുത്ത്. കലാശക്കൊട്ട് ദിവസം റോഡ് ഷോകളും ബൈക്ക് റാലികളുമൊക്കെയായി മുന്നണികൾ നഗരഗ്രാമവീഥികളിൽ സജീവമായിരുന്നു. 7 ജില്ലകളിൽ കലാശക്കൊട്ട് നടക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. രാഷ്ട്രീയാവേശം അതിന്റെ കൊടുമുടിയിലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലായിരുന്നു പകലന്തിയോളം 7 ജില്ലകളിലെയും പ്രവർത്തകർ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിച്ചത്. ജില്ലാ കേന്ദ്രത്തിലും നഗരഗ്രാമ കേന്ദ്രങ്ങളിലും വാർഡുകൾ കേന്ദ്രീകരിച്ച പ്രധാന ജംഗ്ഷനുകളിലുമായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ആവേശ കൊടിമുടി കയറിയത്. സംഘർഷം ഒഴിവാക്കാൻ പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ പാർട്ടി അണികൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും വരെ എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. റോഡ് ഷോയുമായിട്ടാണ് പരസ്യപ്രചരണം അവസാനിച്ചത്. വീടുകൾ കയറിയുള്ള അവസാന റൌണ്ട് പ്രചരണം, ലഘുലേഖാ വിതരണം എന്നിവ ഇനിയുള്ള 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വോട്ടിംഗ് യന്ത്രത്തിന്റെ മാതൃക വോട്ടർമാരെ പരിചയപ്പെടുത്തുക, സ്ലിപ്പ് വിതരണം എന്നിവയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയം സുനിശ്ചിതമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കടവല്ലൂർ പഞ്ചായത്ത് മണിയറക്കോട് നടന്ന LDF പ്രചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, നേതാക്കളായ KM മണികണ്ഠൻ, നൌഷാദ് അറക്കൽ, മോഹനൻ തിപ്പിലശ്ശേരി, സ്ഥാനാർത്ഥികളായ KP റഹ്മത്ത്, പ്രഭാത് മുല്ലപ്പള്ളി, ഘോഷ് പൂവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. സമാധാനത്തോടെ മനുഷ്യനെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റിയെന്ന് VM സുധീരൻ. ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ. കേരളം ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം ഇത്രയുമേറെ കുതിച്ചുകയറിയ കാലമുണ്ടായിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന മോദിയുടെ ഇരട്ട സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായിയും വിലക്കയറ്റത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് പരസ്പരം മത്സരിക്കുകയാണ് ഇരുവരും. ഇന്ന് ജനങ്ങളുടെ മേൽ എത്രമാത്രം സാമ്പത്തിക ഭാരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വസ്തുനികുതി കൂട്ടി. ഒരു വീട് വെക്കണമെങ്കിൽ അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. കുടിവെള്ളത്തിൽ നികുതി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടവും ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനവും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു.
നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നികുതി ഒഴിവാക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തീരുമാനിച്ചു. പാർട്ടിയുമായി മുന്നണിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇളവുകൾ ജനങ്ങൾക്ക് നൽകി. അതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് വരാതെ ഉമ്മൻചാണ്ടി UDF ഭരണകൂടം ശ്രദ്ധിച്ചു. പിണറായി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. നമ്മുടെ സഹോദരിമാർ ഇവിടെയുണ്ട്, അമ്മമാരുണ്ട്. 400-ൽ പരം രൂപയായിരുന്ന കുക്കിംഗ് ഗ്യാസ് എവിടം വരെ എത്തിയെന്ന്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലോകവ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പിണറായി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ അതിന്റെ ഫലമായി സംസ്ഥാന നികുതി വേണ്ടെന്ന് വെക്കാനല്ല തീരുമാനിച്ചത്. സംസ്ഥാന നികുതി ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനു പുറമെ ഒരു സെസ് ഏർപ്പെടുത്തി അധിക സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, സിന്ധു സന്തോഷ്, ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന് തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി ആവേശമായി. 100 കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനം കേച്ചേരിയിൽ സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. ഞായറാഴ്ച വൈകിട്ട് 6-ന് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 100 കണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദ്യാഘോഷങ്ങളോടെ ആരംഭിച്ച റാലി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം തൃത്താല MLAയും മന്ത്രിയുമായ MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. LDF ഭരണത്തിൽ സംസ്ഥാനത്തെ സമസ്ത മേഖലകളിലും വന്ന പുരോഗമനവും വികസനവും കാരണം ഇടത് തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുകയാണെന്നും ചാലിശ്ശേരിയിലും ഇടതുപക്ഷം വരണമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ TP കുഞ്ഞുണ്ണി അധ്യക്ഷനായി. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. LDF നേതാക്കളായ TM കുഞ്ഞുകുട്ടൻ, PR കുഞ്ഞുണ്ണി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയമ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇന്ത്യയിലെ ഒരു ഗവൺമെന്റും ഒരു സംസ്ഥാന ഗവൺമെന്റും ചെയ്യാത്ത കാര്യം അതാണ് കേരളത്തിൽ LDF ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞ് കേരളത്തിലാകെ മത്സരിക്കുന്ന ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനത്തോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് പോയി വോട്ട് അഭ്യർത്ഥിക്കാം. കാരണം പറഞ്ഞതെല്ലാം ചെയ്തിട്ടാണ് നാം വോട്ട് ചോദിക്കുന്നത്. വേലൂർ പഞ്ചായത്തിൽ CPM-ഉം കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. പഞ്ചായത്തിലെ 19 വാർഡുകളിലും ശക്തമായ മുന്നേറ്റമാണ് BJP നടത്തുന്നത്. 8 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇത് മനസ്സിലാക്കിയ CPM-ഉം കോൺഗ്രസും ധാരണയുണ്ടാക്കി BJP-യെ പരാജയപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. BJP വിജയസാധ്യതയുള്ള വാർഡുകളിൽ CPM-ന് സാധ്യതയില്ലെന്ന് കണ്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുവെന്നും അതുപോലെ കോൺഗ്രസും ചെയ്യുന്നുണ്ടെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 12-14 വാർഡുകളിലെ 2015 കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചുവെങ്കിലും അവിടുത്തെ പരാജയം ഉണ്ടായിട്ടുള്ളത് ഇടതുവലത് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പണ്ടത്തെ കാലത്ത് പറയും വെച്ചുവാങ്ങനെ. അപ്പൊ ആ വെച്ചുവാങ്ങലിന്റെ ഭാഗമായിട്ടാണ് ആ 2 വാർഡുകൾ നമുക്ക് നഷ്ടപ്പെടാനുണ്ടായത്. 2 വാർഡുകളല്ല, 3 വാർഡുകൾ. ഇപ്പൊ ഇത്തരത്തില് ഈ 2025-ലും അത്തരത്തിൽ പല വെച്ചുവാങ്ങൽ കാര്യങ്ങളും ഇടതുവലത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്. BJP എവിടെയൊക്കെ കയറിയിട്ടുണ്ട് അവിടെയൊക്കെ അവരുടെ തരിപ്പണമായിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ കാണുന്ന കാഴ്ചയാണ്. അതിന്റെ കാര്യത്തിൽ വേലൂരെങ്കിലും അവർക്ക് പിടിച്ചെടുത്ത എന്നുള്ള രീതിയിൽ 2 കൂട്ടരും കൂടി സഖ്യകക്ഷികളായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 2015-ൽ BJP 3 സീറ്റുകൾ നേടിയിരുന്നു. തുടർന്ന് 2020-ൽ കോൺഗ്രസ് CPM കൂട്ടുകെട്ടുണ്ടാക്കിയതിനാൽ BJPക്ക് 1 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നും ഇത്തവണ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സനൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ, പഞ്ചായത്ത് ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, എസ്.എസ്.സി മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ എന്നിവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പഴഞ്ഞി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായി വാദ്യാഘോഷങ്ങളോടെ ആരംഭിച്ച റാലി ചിറയ്ക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ സംസ്ഥാനത്തെ സമസ്ത മേഖലകളിലും വന്ന പുരോഗമനവും വികസനവും ഇടത് തുടർഭരണം സുനിശ്ചിതമാക്കിയിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. തുടർന്ന് LDF പ്രകടന പത്രികയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. യോഗത്തിൽ LDF നേതാക്കളായ TC ചെറിയാൻ, PK രവീന്ദ്രൻ, EM സതീശൻ, MN സത്യൻ, അബ്ദുൾ ജലീൽ, പ്രേംരാജ് ചൂണ്ടലാത്ത്, NK ഹരിദാസ്, MV പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സമഗ്രാവലോകനവുമായി CCTV ഒരുക്കിയ ജനവിധി 2025 തത്സമയ സംവാദത്തിന് പരിസമാപ്തി. 2 ആഴ്ച നീണ്ട സംവാദ പരമ്പരയിൽ 3 നഗരസഭകളിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഭരണപ്രതിപക്ഷാംഗങ്ങൾ പങ്കെടുത്തു. പിന്നിട്ട 5 വർഷം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന വികസനമെന്ത്, വികസന മുരടിപ്പെങ്ങനെ? ഈ വിഷയത്തിൽ CCTV സംഘടിപ്പിച്ച സംവാദ പരമ്പരയിൽ ത്രിതല പഞ്ചായത്ത് ഭരണപ്രതിപക്ഷ പ്രതിനിധികൾ അക്കമിട്ട് നേട്ടങ്ങളും കോട്ടങ്ങളും എണ്ണിപ്പറഞ്ഞു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ സംവാദത്തോടെ ആരംഭിച്ച പരമ്പര ഞായറാഴ്ച പുനേർകുളം പഞ്ചായത്തിന്റെ അവലോകനത്തോടെയാണ് സമാപിച്ചത്. CCTV സ്റ്റുഡിയോയിൽ പ്രത്യേകം സജ്ജീകരിച്ച ലൈവ് ക്രോമ സംവിധാനം ഉപയോഗിച്ച് ദൃശ്യചാരുതയോടെ സംവാദം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളിലെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിവിധ മുന്നണികളിലെ പാർലമെന്ററി പാർട്ടി ലീഡർമാർ നിലപാട് സവിസ്തരം വ്യക്തമാക്കി. പുതിയ പ്രതീക്ഷകൾ അവതരിപ്പിച്ചു, ആരോപണങ്ങൾ ഉന്നയിച്ചു, നേരിട്ടുള്ള മറുപടികൾ നൽകി. വാദപ്രതിവാദങ്ങളാൽ ശ്രദ്ധേയമായ സീസൺ സമ്മാനിച്ചാണ് ജനവിധി 2025 ചർച്ചകൾക്ക് സമാപനമാകുന്നത്. CCTV സീനിയർ ന്യൂസ് എഡിറ്റർ ടോണി, ന്യൂസ് എഡിറ്റർ രമ്യ സനിൽ, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർക്ക് പുറമെ മുതിർന്ന മാധ്യമപ്രവർത്തകരായ CF ബെന്നി, KC ശിവദാസ് എന്നിവരും മോഡറേറ്റർമാരായി. CCTV ന്യൂസ് ഡയറക്ടർ KC ജോസിന്റെ നിയന്ത്രണത്തിലും ഏകോപനത്തിലും CCTV സംഘാംഗങ്ങൾ അണിയറയിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സമാപന ദിവസം രാവിലെ പുന്നയൂർ പഞ്ചായത്തിന്റെയും ഉച്ചയ്ക്ക് ശേഷം പുന്നയൂർകുളം പഞ്ചായത്തിന്റെയും പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ജനവിധി 2025 സംവാദ പരമ്പര CCTV യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. BJP NDA വേലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ DGP ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനൽകുമാർ അധ്യക്ഷനായി. 10 വർഷം തുടർഭരണം നടത്തിയ LDF വേലൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചുവെന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രോത്സാഹനം നടത്തേണ്ട പ്രതിപക്ഷമായ UDF നിഷ്ക്രിയമായിരുന്നുവെന്നും BJP ആരോപിച്ചു. ചടങ്ങിൽ പ്രകടന പത്രിക പ്രകാശനവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, SSC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ അശോകൻ മമ്പറമ്പിൽ, മണികണ്ഠൻ കോട്ടപ്പടിക്കൽ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ UDF സ്ഥാനാർത്ഥി സംഗമം നടന്നു. ഗുരുവായൂർ റോഡിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ KC ബാബു, CI ഇ.ടി. മാത്യു, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UDF പാനലിൽ മത്സരിക്കുന്ന 37 സ്ഥാനാർത്ഥികളെയും ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ അന്വേഷണം നേരെ ചൊവ്വേ ഇതുപോലെ മുന്നോട്ട് പോയാൽ സ്വർണ്ണക്കൊള്ളയുടെ വേരുകൾ എത്തി നിൽക്കുന്നത് ചെന്നെത്തുന്നത് എവിടെയായിരിക്കും? പിണറായി വിജയനിലേക്കായിരിക്കും, പിണറായി വിജയന്റെ ഓഫീസിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരെ തള്ളിപ്പറയാൻ കുറ്റവാളികളായ കുറ്റം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ട CPM നേതാക്കന്മാരെ തള്ളിപ്പറയാൻ പോലും ഈ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡാണ് നഗരസഭ 32-ാം വാർഡ് പുത്തൻകടപ്പുറം. പ്രചരണം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിലാണ്.
UDF ആധിപത്യമുള്ള വാർഡിൽ 2010-ൽ LDF-ലെ ഫാത്തിമ ഹനീഫ് വിജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ തവണയും വാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നു. ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത്. UDF-നായി KPCC അംഗം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, റൂറൽ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള CA ഗോപപ്രതാപനും, LDF-നായി മുൻ നഗരസഭാ കൌൺസിലറും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും CITU ജില്ലാ കമ്മിറ്റി അംഗവുമായ KM അലിയും STPK മുജീബ് കുന്നത്തുമാണ് മത്സരരംഗത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ UDF കൌൺസിലർമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്നും പുത്തൻകടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ സ്വപ്ന പദ്ധതിയായ മിനി ഹാർബർ കൊണ്ടുവരുന്നതിന് ശ്രമം ഉണ്ടാകുമെന്നും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ടെന്നും അതിനായി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്നും ഗോപപ്രതാപൻ പറഞ്ഞു. ഈ വാർഡിലെ സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ റോഡുകളില്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതൽ റോഡുകളും ഉൾപ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ, മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ പുത്തൻകടപ്പുറത്ത് ഒരു മിനി ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. മാത്രമല്ല ഇവിടുത്തെ അംഗൻവാടികൾ അത് എയർ കണ്ടീഷൻ ചെയ്ത സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാനും ശ്രമിക്കും. ഈ വാർഡിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അത് വേണ്ട എല്ലാ ആവശ്യമായ നടപടികളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം UDF കൌൺസിലർമാർ ഈ വാർഡിനെ അവഗണിച്ചുവെന്നും വികസന മുരടിപ്പാണ് ഉണ്ടായതെന്നും തീരദേശ വാർഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുമെന്നും പട്ടയമില്ലാത്തവർക്ക് അതിനായി നടപടി സ്വീകരിക്കുമെന്നും LDF സ്ഥാനാർത്ഥി KM അലി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഈ തീരദേശ വാർഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതിനുവേണ്ടിയുള്ള ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം ഈ വാർഡിനകത്ത് നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ കേൾക്കാൻ, നിങ്ങളോട് ഒപ്പം നിൽക്കാൻ, നിങ്ങളെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു ജനപ്രതിനിധിയിൽ ഞാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതാണ് ഈ വാർഡിനകത്തെ വോട്ടർമാർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ വാഗ്ദാനമായിട്ട് എനിക്ക് നൽകാനുള്ളത് എന്നാണ്. ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും നാട്ടിൽ വികസനം വേണ്ടത്ര രീതിയിൽ നടപ്പായില്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനായി കൂടെ ഉണ്ടാകുമെന്നും ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും മുജീബ് കുന്നത്തും പറഞ്ഞു. LDF കടങ്ങോട് പഞ്ചായത്ത് പ്രകടന പത്രികയുടെ പ്രകാശനം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. ജനകീയം, ജനപക്ഷം, സുതാര്യം, അഴിമതിരഹിതം, ദീർഘവീക്ഷണം എന്ന ശീർഷകത്തിലുള്ള പ്രകടന പത്രികയിൽ കൃഷി, മൃഗസംരക്ഷണം, പാർപ്പിടം, കുടിവെള്ളം, വയോജനം, ഭിന്നശേഷി, കലാസാംസ്കാരികം, കായികം, ആരോഗ്യം, ശുചിത്വം, വിനോദസഞ്ചാരം തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. LDF നേതാക്കളായ PS പ്രസാദ്, MP റഫീഖ് തങ്ങൾ, ഫ്രാൻസിസ് കൊള്ളന്നൂർ, അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മീന സാജൻ, ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. UDF എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. മങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC സെക്രട്ടറി ബിജോയ് ബാബു, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, MK ജോസ്, ഷാജൻ കുണ്ടന്നൂർ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ജനസമക്ഷം മാഗസിൻ പ്രകാശനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 19-ാം വാർഡ് LDF സ്ഥാനാർത്ഥി KM അഷ്റഫിന്റെ ഫ്ലക്സ് ബോർഡ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. അയ്യപ്പൻകാവ് റോഡിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡാണ് കീറി നശിപ്പിച്ചത്. പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഫ്ലക്സ് വലിച്ചു കീറിയിട്ടുള്ളത്. സംഭവത്തിൽ LDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രദേശത്തെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനുള്ള ഗൂഢശ്രമമാണ് സംഭവത്തിന് പുറകിലെന്നും ശക്തമായി പ്രതിഷേധിക്കുന്നതായും ചെയർമാൻ TK മനോജ് കുമാർ, കൺവീനർ MS സിദ്ധൻ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ കടങ്ങോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെള്ളറക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. DCC സെക്രട്ടറി VK രഘുസ്വാമി, സജീവ് ചാത്തനാത്ത്, MS ബഷീർ, KC ഹംസ, ഗിന്നസ് സത്താർ ആദൂർ, രഞ്ജു താരു, PC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികളും പര്യടനത്തിൽ പങ്കെടുത്തു. LDF പുന്നേർകുളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി.
പടിഞ്ഞാറൻ മേഖല പുഴിക്കള സെന്റർ, വടക്കൻ മേഖല പുന്നൂക്കാവ്, പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം, കിഴക്കൻ മേഖല ആറ്റുപുറം സെന്റർ എന്നിവിടങ്ങളിൽ നിന്നായി 3 മേഖലകൾ തിരിച്ചാണ് റാലികൾ ആരംഭിച്ചത്. തുടർന്ന് ആൽത്തറ സെന്ററിൽ നടത്തിയ പൊതുസമ്മേളനം MM നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AD ധനീബ്, ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ V താജുദ്ദീൻ, സുരേഷ് താണിശ്ശേരി, KS ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പുലിയന്നൂരിൽ നടന്ന UDF വേലൂർ പഞ്ചായത്ത് പൊതുയോഗം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഫ്രെഡി ജോൺ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ പോൾ, PP യേശുദാസ്, മഞ്ജുഷ ടീച്ചർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളെ VM സുധീരൻ ഹാരാർപ്പണം നടത്തി. വാർഡിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളെ കൊണ്ട് കൃഷിയിടത്തിൽ വിത്തിറക്കി യുവ കർഷകൻ. എടക്കഴിയൂർ 4-ാം കല്ല് കളത്തിൽ ഫൈസലാണ് തന്റെ കൃഷിയിടത്തിലെ വിത്തിറക്കലിൽ വാർഡിലെ 3 സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ചത്. LDF സ്ഥാനാർത്ഥി ഷൈമജ നസീർ, UDF സ്ഥാനാർത്ഥി ഐഷ സാദിഖ്, BJP സ്ഥാനാർത്ഥി സിന്ധു പ്രകാശൻ എന്നിവർ ചേർന്നാണ് വിത്തിറക്കൽ നടത്തിയത്. കഴിഞ്ഞ 15 വർഷമായി ഫൈസൽ കൃഷിയിൽ സജീവമാണ്. പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡും മെഡിമിക്സ് നൽകുന്ന കർഷക അവാർഡും ഫൈസലിനെ തേടിയെത്തിയിട്ടുണ്ട്. 50 സെന്റ് സ്ഥലത്ത് വിവിധ സീസണുകളിലായി കൂർക്ക, പടവലം, കുക്കുംബർ, ചീര, കപ്പ തുടങ്ങി കൃഷികൾ ചെയ്യാറുണ്ട്. പയർ കൃഷിയാണ് ഫൈസൽ ഇത്തവണ ചെയ്യുന്നത്. പൊതുസമൂഹത്തിനായി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സമൂഹമാധ്യമങ്ങളിലൂടെ കൃഷിരീതിയെക്കുറിച്ച് വിവരണം നടത്താറുമുണ്ട്. കൂടാതെ നല്ലയിനം വിത്തുകൾ സമൂഹമാധ്യമം വഴി വിൽപ്പന നടത്തുന്നുമുണ്ട്. സ്ഥാനാർത്ഥികളെ കൊണ്ട് വിത്തിറക്കി 100 മേനി കൊയ്യാം എന്ന പ്രതീക്ഷയിലാണ് ഫൈസൽ. 15 വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട്. ഓരോ സമയത്തും കൃഷി ഇറക്കുമ്പോഴും കൃഷി ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ് വിളിക്കാറ്. പ്രാവശ്യം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നമുക്ക് നമ്മളെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇവരെ വിളിച്ചത്. ഇത്തവണ ഞാൻ ഇടാൻ പോണത് അർക്കമംഗളം എന്നൊരു പയറാണ്. വിത്തിട്ട് 28ാമത്തെ ദിവസം പോയിട്ട് 40ാമത്തെ ദിവസം വിളവെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ് അർക്കമംഗളം. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനത് കൃഷി ചെയ്യാൻ പോണത്. ഇനി ദേശചരിതം. UDFന് ശക്തമായ സ്വാധീനമുള്ള പുന്നയൂരിൽ പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിതെറ്റി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ ഭൂരിപക്ഷത്തോടെ അത്ഭുത വിജയം നേടി. ഇക്കുറി ഇരു കൂട്ടരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ ചാവക്കാട് ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് പുന്നയൂർ. 1962 ഈ പഞ്ചായത്ത് രൂപീകൃതമായത്. 16.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. വടക്ക് പുന്നയൂർക്കുളം പഞ്ചായത്ത്, തെക്ക് ചാവക്കാട് ഗുരുവായൂർ നഗരസഭകൾ, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് വടക്കേക്കാട് പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നിവ ചേർന്ന് ഈ പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്നു. ആകെ സാക്ഷരതാ നിരക്ക് 92.56%. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് തീരപ്രദേശമാണ്. നെൽകൃഷിയാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇതുകൂടാതെ തെങ്ങ്, കവുങ്ങ്, വാഴ, മരച്ചീനി, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. UDFന്റെ കുത്തക പഞ്ചായത്തായിരുന്ന പുന്നയൂരിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിതെറ്റി. P. സുരേന്ദ്രന്റെ സാരഥ്യത്തിൽ ഇടതുപക്ഷം ആ ഉരുക്കുകോട്ടയിൽ ചെങ്കൊടി നാട്ടി. കാൽനൂറ്റാണ്ടിനിടെ കഴിഞ്ഞ തവണയാണ് പുന്നയൂരിൽ LDF ആധികാരികമായി ഭരണത്തിലെത്തിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും സഖ്യമില്ലാതെ മത്സരിച്ചപ്പോഴാണ് മുൻപ് 2 തവണ ഭരണം കിട്ടിയത്. പോയവരെല്ലാം തിരിച്ചെത്തി ഐക്യത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും കഴിഞ്ഞ തവണയുണ്ടായ തോൽവി UDFന് ആഘാതമായി. എന്നാൽ ഇക്കുറി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നാണ് UDF ക്യാമ്പിന്റെ അവകാശവാദം. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ വിജയം ആകസ്മികമല്ലെന്ന് തെളിയിച്ച് ഭരണ തുടർച്ചയുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. BJPയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. ഭരണപക്ഷത്തിന്റെ പ്രധാന വികസനവാദങ്ങൾ ഇവയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഭൂമിയുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകി. ആധുനിക വാതക ശ്മശാനം യാഥാർത്ഥ്യമാക്കി. നൂറ്റാണ്ട് പഴക്കമുള്ള 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് ഭൂമി സൗജന്യമായി ലഭ്യമാക്കി. GLP സ്കൂളിന് MLA ഫണ്ടിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു. ഹരിതകർമ്മസേന രൂപീകരിച്ചു. ശാസ്ത്രീയ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കി. 5 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു.
13 സ്മാർട്ട് അങ്കണവാടികളാക്കി. ഇങ്ങനെ പോകുന്നു ഇടത് ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ. എന്നാൽ പഞ്ചായത്തിന്റെ വികസനത്തെ 5 വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് LDF ചെയ്തതെന്ന് UDF ആരോപിക്കുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ 200ഓളം ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് വീട് അനുവദിച്ചതെന്ന് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടുന്നതായി പ്രതിപക്ഷം പറയുന്നു. റോഡ് കാന നിർമ്മാണങ്ങളിൽ വൻ അഴിമതി. പഞ്ചായത്തിലെ മിക്ക റോഡുകളും തകർന്നു. ഭരണസമിതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ആരോഗ്യ കേന്ദ്രം വളപ്പിൽ നിന്ന് ചന്ദനമരം മുറിച്ച പ്രതികളെ പിടിച്ചില്ല. ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ച എടക്കഴിയൂർ കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിനും അതിന്റെ ഭൂമിക്കും ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി. മന്നലാംകുന്ന് ആരോഗ്യ ഉപകേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. വേണ്ടത്ര പഠനം നടത്താതെ കോടികൾ ചെലവഴിച്ച് നടപ്പാക്കിയ പല ശുദ്ധജല പദ്ധതികളിലും വെള്ളം ലഭിക്കുന്നില്ലെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. 2015 നടത്തിയ തെരഞ്ഞെടുപ്പിൽ UDFന് 15 സീറ്റുകളും LDFന് 5 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF 12 സീറ്റ് നേടിയാണ് തിളക്കമാർന്ന വിജയം നേടിയത്. UDF 8 സീറ്റുകളിൽ ഒതുങ്ങി. പുതിയതായി 2 വാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ ആകെ വാർഡ് 22ആയി. 12 സീറ്റ് നേടുന്നവർക്ക് ഭരണം നേടാം. കോൺഗ്രസ് പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ 2ാം ഘട്ട പ്രചാരണ യാത്ര നടത്തി. പുന്നേർകുളം പഞ്ചായത്ത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ നടത്തിയ കുറ്റവിചാരണ 2ാം ഘട്ടം 2 മേഖലകളിലായാണ് നടന്നത്. പുഴിക്കള സെന്ററിൽ നിന്നും ആരംഭിച്ച് തങ്ങൾപടിയിൽ സമാപിച്ച പടിഞ്ഞാറൻ മേഖലാ പ്രചരണ യാത്രയിൽ റാഫി മാലിക്കുളം, രാജൻ പനന്തറ, ഷാഹിദ് കൊപ്പര, ദേവനന്ദൻ മന്നലാംകുന്ന്, മുഹമ്മദ് ഉണ്ണി, ബാദുഷ ആലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കൻ മേഖലാ പ്രചരണ യാത്ര ചെമ്മന്നൂരിൽ നിന്ന് ആരംഭിച്ച് ഉപ്പുങ്ങലിൽ സമാപിച്ചു. നേതാക്കളായ പുന്നേർകുളം മണ്ഡലം പ്രസിഡന്റ് PP ബാബു, കോൺഗ്രസ് മുതിർന്ന നേതാവ് P ഗോപാലൻ, ചോ മുഹമ്മദ് ഉണ്ണി, KP ധർമ്മൻ, ടിപ്പു ആറ്റുപുറം, ബക്കർ തൊട്ടേക്കാടൻ, അബൂബക്കർ കുന്നങ്കാട്ടയിൽ തുടങ്ങിയ നേതാക്കളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. ദേശീയ സ്കൂൾ അണ്ടർ 17 ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ 17 ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഡിസംബർ 4 ആരംഭിച്ച ക്യാമ്പ് ഡിസംബർ 8 സമാപിക്കും. 9-ാം തീയതി 9 ടീം കേരള ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിക്കും. കേരള ടീമിന്റെ ജേഴ്സി കിറ്റ് വിതരണം കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ ക്യാപ്റ്റൻ അതുലിനും കൈമാറി. പെൺകുട്ടികളുടെ കിറ്റ് ക്യാപ്റ്റൻ അനാമികയ്ക്ക് ബോയ്സ് സ്കൂൾ കായിക അധ്യാപകൻ PM ശ്രീനേഷും കൈമാറി. അത്ലറ്റിക് കോച്ച് അരവിന്ദാക്ഷൻ, പരിശീലകരായ KR സാംജി, അജിത് ഇട്ടി വർഗീസ്, ചാൾസ് എടപ്പാട്ട്, മാനേജർമാരായ സജൻ ദാസ്, ദിവ്യ എന്നിവർ പങ്കെടുത്തു. ടീമിന്റെ ജനറൽ മാനേജർ ഡോക്ടർ ജോസ് ജോൺ, ജോർജ്, CK പ്രവീൺ എന്നിവരും ടീമിനൊപ്പമുണ്ട്. 36 ആൺകുട്ടികളും 31 പെൺകുട്ടികളുമടക്കം 77 കുട്ടികളാണ് അണ്ടർ 17 ജൂനിയർ മീറ്റിന് ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് യാത്ര തിരിക്കുന്നത്. കിഴൂർ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവീ വിഗ്രഹം കവർന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നത് എന്നാണ് നിഗമനം. ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രത്തിലെ മാനേജർ ചന്ദ്രൻ ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവീ വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം ക്ഷേത്ര ഭണ്ഡാരവരവ് എണ്ണിത്തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പണവും കൊണ്ടുപോയിരുന്നു. ഇതിനാൽ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ വിവരം അറിയിച്ചതനുസരിച്ച് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി വാരാചരണത്തിന്റെ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൊൻതാരകങ്ങൾ 2K25 എന്ന പേരിൽ സമാപന ചടങ്ങ് സംഘടിപ്പിച്ചത്. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി. SSK തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. കുന്നംകുളം IMA പ്രസിഡന്റും തൃശൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ താജ്പോൾ പനക്കൽ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, കുന്നംകുളം ഉപജില്ലാ HM ഫോറം ജോയിന്റ് കൺവീനർ ഷീജ രാഘവൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ മെർലി C മാത്യു, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ CF പ്രിജി, CJ ജോബിൾ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2 ഷോർട്ട് ഫിലിമുകളുടെ സ്വിച്ച് ഓൺ കർമ്മം
KG ബ്രിജി, ഷീജ രാഘവൻ എന്നിവർ ചേർന്ന് നടത്തി. സംസ്ഥാന ഇൻക്ലൂസീവ് സ്പോർട് മീറ്റ്, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം, സ്കൂൾ തലത്തിൽ നടത്തിയ രചനാ മത്സരങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് വിജയികളായ കുട്ടികളെ ആദരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ, സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും 140 കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി ഗോളക കവർന്നു. ഭണ്ഡാരങ്ങളും തകർത്ത് പണം കവർന്നിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി ഞായറാഴ്ച പുലർച്ചെ 5:30 നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്ര ഭരണസമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് അടുപ്പുട്ടി പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗ്ലോറിയ 2025 മെഗാ കരോൾ മീറ്റ് ശ്രദ്ധേയമായി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ 500-ലധികം ഇടവക അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് മെഗാ കരോൾ മീറ്റ് നടത്തിയത്. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ 500-ലധികം ഇടവക അംഗങ്ങളെ ഉൾപ്പെടുത്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇത്തരത്തിൽ കരോൾ മീറ്റ് സംഘടിപ്പിക്കുന്ന ആദ്യ ദേവാലയമാണ് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, കൈക്കാരൻ PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടു, കരോൾ കൺവീനർ മജീഷ് BB, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും വിതരണം കാര്യക്ഷമമാക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മമ്മിയൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ മൃഗാശുപത്രി ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM സരസ്വതി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധ രവീന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് TK പ്രകാശൻ, ട്രഷറർ M സത്യനാരായണൻ, ഷീജ സുധാകരൻ, മീന അനിൽകുമാർ, രാധാ ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞ് പെയ്ത പോലെ പൂത്തുലഞ്ഞ് മണിമുല്ല. അരിയന്നൂർ സ്വദേശി വർഗീസിന്റെ വീട്ടുമുറ്റത്താണ് സൗരഭ്യം പരത്തി മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്നത്. പൂക്കൾ കൊണ്ട് മേലാപ്പുരുക്കി കാഴ്ചവിരുന്നൊരുക്കിയാണ് മണിമുല്ല പൂവിട്ട് നിൽക്കുന്നത്. കാർഷിക വൃത്തിയിൽ തൽപരനായ വർഗീസ് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന നട്ട മണിമുല്ലയാണ് ഇപ്പോൾ വെണ്മയാർന്ന പൂക്കൾ കൊണ്ട് പന്തലൊരുക്കിയിട്ടുള്ളത്. ഇലകളെ മറിച്ച് വെണ്മ പൊഴിക്കുന്ന പൂക്കൾ പരിസരങ്ങളുടെ ആകെ ശ്രദ്ധ തന്നിലേക്ക് ആവാഹിച്ച് മന്ദസ്മിതം വിതറുകയാണ് ഇവർ. കാഴ്ചരസം പകരുന്ന അപൂർവതയാണ് ഇവിടെ മുട്ടിട്ട് നിറഞ്ഞിരിക്കുന്നത്. മണിമുല്ല എന്നും നാഗമുല്ലയെന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. നവംബർ-ഡിസംബർ മാസങ്ങളിലായി വസന്തം സമ്മാനിക്കുന്ന വള്ളിച്ചെടിയാണ് മണിമുല്ല. ഇവ പൂത്തയിടത്തിലെ പ്രഭാതങ്ങൾക്ക് ഇപ്പോൾ പൂക്കളുടെ നറുമണമാണ്. ഈ വസന്തകാലത്തിന്റെ യഥാർത്ഥ ആസ്വാദകർ കുഞ്ഞിക്കിളികളും തേനീച്ചകളും പൂമ്പാറ്റകളുമാണ്. നാഗമുല്ലയുടെ വസന്തകാലം മുൻകൂട്ടി അറിഞ്ഞ് തേൻകൊതിയോടെ വള്ളികളിൽ തന്നെ കൂടൊരുക്കുന്ന ചെറുകിളികളും കാണാം. ചെറു തണുപ്പുള്ള രാത്രികളുടെ അവസാനത്തിൽ വെളിച്ചം വന്ന് എത്തി നോക്കുന്നിടത്താണ് തേന്മണം പൊഴിച്ചുകൊണ്ടിവ കണ്ണു ചിമ്മി നിറയുക. കൊഴിഞ്ഞു പോകുന്നതിനേക്കാൾ എണ്ണത്തിലേറെയുണ്ടെന്ന ഉറപ്പോടെ നാഗമുല്ല തൊട്ടടുത്ത നാൾ മുട്ടുകളെ പെറ്റിടുകയും ചെയ്യും. മണിമുല്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച ഏതൊരാൾക്കും മനസ്സിന് കുളിർമയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്.
കാട് പിടിച്ചു കിടന്നിരുന്ന പറമ്പ് വൃത്തിയാക്കുന്നതിനിടെ മലമ്പാമ്പിനെ പിടികൂടി. വാക്ക AKG റോഡിലുള്ള കണ്ണഞ്ചേരി മോഹൻദാസിന്റെ വീടിന്റെ സമീപത്ത് കുന്നംകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നാണ് 6 അടിയിലേറെ നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. ഇര വിഴുങ്ങിയ നിലയിലായിരുന്നതിനാൽ പാമ്പിന് വേഗത്തിൽ ഇഴഞ്ഞു പോകാനാകാത്ത സ്ഥിതിയായിരുന്നു. പ്രദേശവാസികളായ ഉല്ലാസ്, ബിനീഷ് എന്നിവർ ചേർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പാമ്പിനെ ഇഴഞ്ഞു പോകാൻ കഴിയാത്ത വിധം കെട്ടിയിടുകയായിരുന്നു. പിന്നീട് വനംവകുപ്പ് അധികൃതരെത്തി മലമ്പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണിശ്ശേരി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള നമ്പഴിക്കാട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PT നിത്യ അധ്യക്ഷയായി. വാസന്തി ഗോപിനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷെല്ലി വിവേകാനന്ദൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ദിവ്യ ഷിബു വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ സുശീല സതീശൻ, ഏരിയ യൂണിറ്റ് നേതാക്കളായ വിജിത മജ്നു, പ്രതീജ, സുബിത, ഷിനി, സുഭാഷ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ക്ഷേത്രത്തിൽ ഭഗവതിയുടെ പ്രതിപുരുഷ സ്ഥാനത്ത് പുതിയ വെളിച്ചപ്പാടായി കോതച്ചിറ കാരയൂർ നാരായണൻകുട്ടി സ്ഥാനമേറ്റു. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് കോമരത്തിന്റെ ചുമതല നാരായണൻകുട്ടിക്ക് കൈമാറിയത്. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ അനിൽ പ്രസാദ് നേതൃത്വം നൽകി. സ്ഥാനമേൽക്കുന്ന നാരായണൻകുട്ടി ക്ഷേത്രവും ആചാരങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദേവീഭക്തനാണ്. അതോടൊപ്പം ദീർഘകാലം ക്ഷേത്രത്തിന്റെ കോമരമായിരുന്ന പരേതനായ ആലിക്കര കണ്ണാലത്ത് ശിവശങ്കരൻ വെളിച്ചപ്പാട് നാരായണൻകുട്ടിയുടെ അമ്മാവനുമായിരുന്നു. അരനൂറ്റാണ്ടുകാലം കോമരമായി സേവനം ചെയ്തിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാട് സെപ്റ്റംബർ 30-നാണ് അന്തരിച്ചത്. 47 വർഷങ്ങൾക്ക് ശേഷം തന്ത്രി തരണനെല്ലൂർ അനിൽ പ്രസാദിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ കലശം ചൊരിയൽ ചടങ്ങ് നടന്നതോടെയാണ് നാരായണൻകുട്ടി വെളിച്ചപ്പാടായി ചുമതലയേറ്റത്. ക്ഷേത്രാചാരങ്ങൾക്ക് ചുമതലക്കാരായവരും അവകാശികളും മറ്റും ചടങ്ങിന്റെ ഭാഗമായി. ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവതിയുടെ പ്രതിപുരുഷനായ വെളിച്ചപ്പാടിന്റെ ചുമതലയേൽക്കൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മലബാറിൽ പാന എന്ന ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രം. അയ്യപ്പൻ വിളക്കുകളിൽ വാവരായിട്ടുള്ള പരിചയവും പുതിയ വെളിച്ചപ്പാടിനുണ്ട്. പരേതനായ കോതച്ചിറ കാരയൂർ കേശവൻ നായരാണ് പിതാവ്. കണ്ണാലത്ത് കാർത്തിയേനി അമ്മയാണ് മാതാവ്. ജിഷ ഭാര്യയും അനഘ, അർച്ചന എന്നിവർ മക്കളുമാണ്. പന്തല്ലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ വേട്ടേക്കാരൻ പാട്ട് വിശേഷാൽ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം പാട്ടിന് താലത്തോടും വാദ്യാഘോഷങ്ങളോടും കൂടി എഴുന്നള്ളിച്ചു. പാട്ടിന് ശേഷം രാത്രി 9 മണിയോടെ നാളികേരം എറിഞ്ഞുടയ്ക്കൽ ആരംഭിച്ചു. കോമരം ശ്രീ കാരക്കൂറ രാമചന്ദ്രൻ നായർ നാളികേരം എറിഞ്ഞുടയ്ക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. കളം മായ്ക്കൽ ചടങ്ങുമുണ്ടായി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ഊരാളൻ ശശിധര രാജ, പ്രസിഡന്റ് PC സുധീഷ്, സെക്രട്ടറി PA സുരേന്ദ്രൻ, ട്രഷറർ KA ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞു. 3 വർഷത്തോളമായി ഗുരുവായൂരിൽ ഹോട്ടൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി കോടിക്കാരക്കുഴി കിഴക്കനിക്കര പുത്തൻ വീട്ടിൽ 45 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ ഗുരുവായൂർ എക്സ്പ്രസ് കടന്നുപോയ ശേഷമാണ് കരുവാൻപടി റെയിൽവേ ഗേറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തിയത്. മനോരോഗത്തിന് ചികിത്സയിലായിരുന്ന ഇയാൾ കഴുത്ത് റെയിൽപാളത്തിൽ കെട്ടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. മന്നലാംകുന്ന് അൽ ഹിക്മ മദ്രസയുടെ നേതൃത്വത്തിൽ പാരന്റിംഗ് മീറ്റ് നടത്തി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ബാദുഷ ബദർപള്ളി ഉദ്ഘാടനം ചെയ്തു. അൽ ഹിക്മ മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് MV അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ സലീം ബുസ്താനി ഉദ്ബോധന പ്രഭാഷണം നടത്തി. ഉസ്മാൻ ബദർപള്ളി സ്വാഗതവും PP ഫൈസൽ നന്ദിയും പറഞ്ഞു. ചരമം. വേലൂർ കുറുവന്നൂർ വടക്കൻ വീട്ടിൽ റോസ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്നു. പരേതനായ ഔസേപ്പാണ് ഭർത്താവ്. പോൾ, ഫിലോമിന, സണ്ണി, വിൻസെന്റ്, ഡേസി, ലൂവിസ്, പരേതയായ ലില്ലി എന്നിവർ മക്കളാണ്. കുന്നംകുളം നഗരസഭ 26-ാം വാർഡ് ചീരംകുളം BJP സ്ഥാനാർത്ഥി അനൂപ് ചീരംകുളത്തിന്റെ പിതാവ് വാഴപ്പുള്ളി കുഞ്ഞപ്പു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടത്തും. മല്ലിക, വിനോദൻ, പ്രേമ, സീത, അനിൽകുമാർ, ശൈലജ, അനൂപ് എന്നിവർ മക്കളാണ്.
കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി.കെ. ദേവദാസിന്റെ പിതാവ് കൊരട്ടിക്കര പന്നിശ്ശേരി വീട്ടിൽ കോരൻ എന്ന കുഞ്ഞുമോൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. രമണിയാണ് ഭാര്യ. രജനി, വിജുള, പ്രശാന്ത് എന്നിവർ മറ്റു മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. രാഷ്ട്രീയ കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്തിലേക്ക്. ഒന്നാം ഘട്ട പ്രചരണം ആവേശത്തിന്റെ കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. നാളെ നിശബ്ദ പ്രചരണം. 7 ജില്ലകളിലെ വോട്ടർമാർ മറ്റന്നാൾ ബൂത്തിലെത്തും. തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പരസ്യപ്രചരണം ഇനി 2 നാൾ കൂടി. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച ജനം വിധിയെഴുതും. വിവിധ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനുകളും ആവേശകരം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സമഗ്രാവലോകനവുമായി CCTV ഒരുക്കിയ ജനവിധി 2025 തത്സമയ സംവാദത്തിന് പരിസമാപ്തി. പ്രചരണം സമാപിക്കാൻ കേവലം 2 നാൾ മാത്രം അവശേഷിക്കെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വിജയം സുനിശ്ചിതമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റിയെന്ന VM സുധീരൻ. വേലൂർ പഞ്ചായത്തിൽ CPM-ഉം കോൺഗ്രസും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന് BJP നേതൃത്വം. കിഴൂർ കാർത്യായനി ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവീ വിഗ്രഹം കവർന്നു. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലും കവർച്ച. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിഗോളക കവർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.